സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് വേതനം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും നിരവധി സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികൾക്ക് ഇതുവരെ വേതനം ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി മുടക്കമില്ലാതെ നടപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് പാചക തൊഴിലാളികൾ. ദിവസേന പാചകം, ഭക്ഷണ വിതരണം, പാചകപ്പുരയും പാത്രങ്ങളും വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള ജോലികൾ നിർവഹിക്കുന്ന ഇവർക്ക് വേതനം മാസങ്ങളായി മുടങ്ങിയത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. വേതനം ലഭിക്കാത്തതിനാൽ കുടുംബ ചെലവുകൾ, ചികിത്സ, കുട്ടികളുടെ വിദ്യാഭ്യാസം, വായ്പാ തിരിച്ചടവ് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പലരും ബുദ്ധിമുട്ടുന്നുവെന്ന് തൊഴിലാളികൾ പറയുന്നു. കടം വാങ്ങിയും മറ്റുള്ളവരുടെ സഹായം തേടിയുമാണ് പല കുടുംബങ്ങളും മുന്നോട്ടു പോകുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പാചക തൊഴിലാളികളുടെ സേവനം അനിവാര്യമായ സാഹചര്യത്തിൽ കുടിശ്ശികയായ വേതനം അടിയന്തരമായി വിതരണം ചെയ്യുകയും ഇനി മുതൽ കൃത്യസമയത്ത് വേതനം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട് ഈ മാസം കൂടെ ആകുമ്പോൾ 2 മാസം ശമ്പളമാകും കിട്ടിയിട്ട്. ഞങ്ങൾ എങ്ങനെയാണ് കഴിയുന്നതെന്ന് പോലും ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. i4 ന്യൂസ്, പാലാ.